ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഡീസൽ വിലയും ടയർ സ്പെയർ പാർട്സ് വില വർധനവും നടത്തിപ്പ് ചെലവും വർദ്ധിപ്പിച്ചു. ഇതിനു പിന്നാലെ പ്രിയദർശിനി പദ്ധതി മൂലം കളക്ഷനിൽ കുറവ് വന്നു. സ്വകാര്യ ബസ് വ്യവസായത്തെ സഹായിക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയില്ലെങ്കിൽ ഈ മേഖലയിൽ വൻ മുതൽ മുടക്ക് നടത്തിയ ഉടമകളും തൊഴിലാളികളും പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ ദിവസം പരപ്പിൽ KSRTC ബസ് ജീവനക്കാർ സമയക്രമം പാലിക്കാതെ സ്വകാര്യ ബസ്സിനൊപ്പം ഓടി ബുദ്ധിമുട്ടുണ്ടാക്കി. നമസ്കാരം. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ള മീഡിയകളിലും ഒക്കെ ഇപ്പം ബസ്സുകളുടെ പ്രതിസന്ധിയെക്കുറിച്ച് വാർത്തകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ. നമ്മുടെ UDF ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കേരളത്തിൽ അനുവദിച്ച പ്രിയദർശിനി പദ്ധതിക്ക് ഞങ്ങൾ ഒരു കാരണവശാലും എതിരല്ല എന്ന് ആദ്യമേ പറയുന്നു. ഇത് വിജയകരമായി സർക്കാർ നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു പൊതുഗതാഗത രംഗത്ത് KSRTCയും പ്രൈവറ്റ് ബസ്സുകളും കേരളത്തിൽ ഒരേ രീതിയിൽ റോഡിലോടി സേവനം ജനങ്ങൾക്ക് നൽകുന്ന പ്രസ്ഥാനമാണ്. അതിൽ ഒരു സംവിധാനം ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് ഈ സേവനം നൽകുകയും മറ്റുള്ളവർക്ക് പൈസ മേടിച്ച് ഇത് ചെയ്യുകയും ചെയ്യേണ്ട വരുമ്പോഴത്തേക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഗവൺമെന്റ് UDFന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളെക്കാൾ കൂടുതൽ ഈ വ്യവസായത്തെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ ഞങ്ങളെ ഒരു കാരണവശാലും വിഷമിപ്പിക്കില്ല എന്ന് കൃത്യമായ ഒരു വാക്കും ഉറപ്പും അന്ന് തന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം, ഇവർ നടപ്പിലാക്കിയതിന് ശേഷം പല പ്രാവശ്യം ഇത് പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പം ബസ്സുകൾ മുന്നോട്ട് ഓടിക്കാൻ മേലാത്ത രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുകയാണ്. നമുക്കറിയാം, ഒരു പഴയ രീതിയല്ല. ഇന്നൊരു ബസ് റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ, ഓപ്പറേറ്റിംഗ് ചെലവുകളൊക്കെ വളരെ വലുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഡീസലിന്റെ വില ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 10 രൂപയോളം, ഏതാണ്ട് 9 രൂപ അടുത്ത് വർദ്ധിച്ചു. അതുപോലെ വണ്ടിയുടെ സ്പെയർ പാർട്സ്, അതുപോലെ ബാക്കി ടയർ, അതിന്റെ എല്ലാം വില ഭയങ്കരമായിട്ട് കൂടി. ഓപ്പറേറ്റിംഗ് ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പ്രിയദർശിനി പദ്ധതി മൂലം ഉണ്ടായ കളക്ഷനിൽ വന്ന വലിയ കുറവ് മിക്ക വണ്ടികൾക്കും ഏതാണ്ട് ഒരു 500 രൂപ തൊട്ട് 3000 രൂപ വരെ കുറവുള്ള വണ്ടികൾ ധാരാളമുണ്ട്. പല വണ്ടികളും റോഡിലിറക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഉടമസ്ഥൻ വൈകുന്നേരം വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്താൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ജീവനക്കാരുടെ സഹകരണവും പിന്നെ എങ്ങനെയെങ്കിലും ഇത് ഓടിച്ചുകൊണ്ട് പോയി ഇന്നലെ നാളെ ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, എല്ലാവരും വലിയ മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാങ്ക് പലിശയും അതുപോലെ പലിശയ്ക്കൊക്കെ എടുത്ത് ഫൈനാൻസും ഒക്കെ ഉള്ള വണ്ടികളാണ്. ഓരോ മാസവും പഴയ രീതിയല്ല. ഒരു വണ്ടിക്ക് നേരത്തെ 30,000 20,000 പൈസ ഉണ്ടെങ്കിൽ ഫൈനാൻസ് അറിയുമായിരുന്നു. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ പൈസ ഉണ്ടെങ്കിലേ ഫൈനാൻസ് ഒരു വണ്ടിയുടെ അടഞ്ഞു പോവുള്ളൂ. അത്രയും ബാധ്യതയിലാണ് ഈ പ്രസ്ഥാനം ഓടുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കളക്ഷൻ കുറവ് വരിക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. ഈ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ റൂട്ടുകൾ നിശ്ചയിച്ച് ഓടിയിരിക്കുന്നത് ആദ്യകാലം തൊട്ട് നമുക്കറിയാം. ഒരു KSRTC ബസ് ഓടാൻ തുടങ്ങിയിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓടുന്ന പ്രൈവറ്റ് വണ്ടിയുടെ തൊട്ട് തലക്കൽ 2 മിനിറ്റ് തലക്കൽ 3 മിനിറ്റ് തലക്കൽ അവർ റൂട്ട് നിശ്ചയിച്ച് ഓടുകയാണ്. പ്രത്യേകിച്ച് ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓടുകയാണ്. അതുമായിട്ട് മത്സരിച്ച് തന്നെയാണ് പ്രൈവറ്റ് വണ്ടികൾ ഓടുന്നത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു സുപ്രഭാതത്തിൽ സൗജന്യമായിട്ട് ഓടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഓടിക്കാൻ മേലാത്ത സാഹചര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചതാണ് നമ്മുടെ രാജേഷിന്റെ. ഇതാണ് ബസ് ഉടമ കൂടിയായ ഡ്രൈവർക്ക് KSRTC ബസിന്റെ മുന്നിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാതെ ബസ് ഉടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ഭാരവാഹികളായ KM തോമസ്, ഷാജി മാത്യു, സിബിന ജോസഫ്, രാജേഷ് കുമാർ എന്നിവർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.